ഹായ് മക്കളെ, അടുത്തൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. തിയറീസ് ഓൺ ഒറിജിൻ ഓഫ് സ്റ്റേറ്റ്. തിയറീസ് ഓൺ ഒറിജിൻ ഓഫ് സ്റ്റേറ്റ്. എടാ 4 തിയറി ഉണ്ട്. ഓക്കെ, ഡിവൈൻ റൈറ്റ് തിയറി, എവല്യൂഷണറി തിയറി, സോഷ്യൽ കോൺട്രാക്ട് തിയറി, പവർ തിയറി. എടാ ഡിവൈൻ എന്ന് വെച്ചാൽ ദൈവം, ഗോഡ്. അപ്പൊ നോക്കിയേ, സ്റ്റേറ്റ് ആരാ നിർമ്മിച്ചത്? ഗോഡാണ് നിർമ്മിച്ചത്. അവിടെ കിങ് ഉണ്ട്. കിങ് ആരെ പ്രതിനിധിയാണ്? ദൈവത്തിന്റെ പ്രതിനിധിയാണ്. കിങ് ദൈവത്തിന് മാത്രമേ ഉത്തരം പറയത്തുള്ളൂ, അല്ലെങ്കിൽ കിങ് ആൻസറബിൾ ആർക്ക് മാത്രം? ഗോഡിന് മാത്രം. ഈ ഒരു തിയറിയാണ് ഡിവൈൻ റൈറ്റ് തിയറി. അടുത്ത തിയറി എവല്യൂഷണറി പരിണാമം എന്ന് വെച്ചാൽ കുറെ വർഷങ്ങൾക്ക് ശേഷം രൂപാന്തരപ്പെട്ടതാണ് നമ്മുടെ സ്റ്റേറ്റ്. അതാണ് പറയുന്നത് ഫൗണ്ട് ബൈ സോഷ്യൽ എവല്യൂഷൻ. സ്റ്റേറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഹിസ്റ്ററി. ചരിത്രം രൂപേണ രൂപം കൊണ്ടതാണ് നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് എവല്യൂഷണറി തിയറി. അടുത്തത് നമ്മുടെ സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തിനാണ്? ഹ്യൂമൻസിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയുള്ളതാണ് സ്റ്റേറ്റ് എന്നും കുറച്ച് പീപ്പിൾസ് അവർ തമ്മിലുള്ള ഒരു കോൺട്രാക്ടിന്റെ രൂപത്തിൽ വന്നതാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് ഏത്? നമ്മുടെ സോഷ്യൽ കോൺട്രാക്ട് തിയറി. ലാസ്റ്റ് പവർ തിയറി. ശക്തി ഇല്ലാത്തവന്റെ മേൽ ശക്തി ഉള്ളവൻ ശക്തി സ്ഥാപിച്ചപ്പോൾ ഉണ്ടായതാണ് എസ്റ്റാബ്ലിഷ്മെന്റ്. ആ പവറിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് കൊണ്ട് ഉണ്ടായതാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് പവർ തിയറി. 4 തിയറി പഠിച്ചോ. ഡിവൈൻ റൈറ്റ് തിയറി, എവല്യൂഷണറി തിയറി, സോഷ്യൽ കോൺട്രാക്ട് തിയറി, പവർ തിയറി. ഷുവർ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ.